ഹലോ ഹായ് നമസ്കാരം. ഞാനൊരു ഷോർട്ട് ഫിലിം കണ്ടു. ഈ ഷോർട്ട് ഫിലിം ആക്ച്വലി എനിക്ക് തിയേറ്ററിലിരുന്ന് കാണാനൊരു അവസരം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പ്രിവ്യൂ വെച്ച സമയത്ത് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ചെന്നെത്താൻ പറ്റിയില്ല. ഇപ്പോഴാണ് എനിക്കതിലൊരു നഷ്ടബോധം ഫീൽ ചെയ്യുന്നത്. കാരണം ഇതൊരു വലിയ സ്ക്രീനിൽ നല്ല സൗണ്ട് സിസ്റ്റത്തിൽ ഗംഭീരമായിട്ട് തിയേറ്ററിലിരുന്ന് അങ്ങനെ കാണാവുന്ന അത്രയും രസമുള്ള ഒരു വർക്കായിരുന്നു. എന്ന് വെച്ചാൽ ഇവരിതിന് വേണ്ടിയിട്ട് മറ്റേ കോടികൾ മുടക്കി എന്ന് പറയുന്ന പോലത്തെ സാധനങ്ങളൊന്നുമല്ല. പക്ഷേ മുടക്കിയ ബഡ്ജറ്റ് കൃത്യമായി പ്ലാൻ ചെയ്ത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യപ്പെട്ട് ഇവരുദ്ദേശിക്കുന്ന ഫിയർ എന്ന് പറയുന്ന ആ ഒരു ഫീലിന് അത്രയും പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാനുള്ള ആ മികവുണ്ടല്ലോ. ഗംഭീര ടെക്നീഷ്യൻസും അതിഗംഭീര കുറച്ച് ആർട്ടിസ്റ്റുകളും കൂടി ചേർന്ന് എന്ന് വെച്ചാൽ ആകെ 2 ആർട്ടിസ്റ്റുകളെ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്, പിന്നെയുള്ളവർ ശബ്ദമൊക്കെയാണ്. പക്ഷേ ഗംഭീര ആർട്ടിസ്റ്റുകൾ, ഗംഭീര ടെക്നീഷ്യൻസ് അവരൊരുമിച്ച് ഒരു കുഞ്ഞു പരിപാടി ചെയ്തു. പക്ഷേ അത് കൊള്ളൻ്റെ അടുത്ത് കൊള്ളുന്നൊരു പരിപാടിയാണ്. പറഞ്ഞു വരുന്നത് സയൻസ് സിമ്പിളായിട്ട് നിസ്സാരം എന്നുള്ള സീരീസിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്ന അപ്പുപ്പൻ ആൻഡ് ദ ബോയ്സ് എന്ന് പറയുന്ന ചാനലിലൂടെ മലയാള ചലച്ചിത്ര റോസ്റ്റിംഗ് ശാഖയിലേക്ക് തൻ്റെ സംഭാവനകൾ നൽകുന്ന തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള അനന്തരാമൻ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ഷോർട്ട് ഫിലിം ഗ്രാനിയെക്കുറിച്ചാണ്. നമ്മൾ സ്ക്രീനിൽ കാണുന്ന രണ്ടേ ആർട്ടിസ്റ്റുകൾ, ഒന്ന് KPC ലീല, മറ്റത് ശിവരാജ്. ശിവരാജിനെ ഞാൻ എവിടേക്കോ കണ്ടൊരു ഓർമ്മയുണ്ട്. പക്ഷേ ഈ ഒരു ഷോർട്ട് ഫിലിമിൽ കാണുമ്പോഴാണ് ഇയാൾ ഇത്രയും പൊട്ടൻഷ്യലുള്ള, ഇത്രയൊക്കെ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റുന്ന അത്രയും ഗംഭീര ഒരു ആർട്ടിസ്റ്റാണെന്ന് പറയുന്ന ഒരു ഫീൽ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസരം കൊടുത്തതിന് ഈ ഷോർട്ട് ഫിലിമിൻ്റെ പിന്നിലുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇയാളിലൂടെയാണ് നമുക്ക് ആ ഫിയർ കിട്ടുന്നത്. എന്ന് വെച്ചാൽ ആ സീനിൽ ഒരു കഥയൊക്കെ പറയുന്ന സമയത്താണെങ്കിലും KPC ലീല അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം, അതിനെക്കുറിച്ച് കുറേ പറയാനുണ്ട്. അവർ ഗംഭീരമായിട്ട് ചെയ്യുമ്പോഴും ഈ ഫിയർ അനുഭവിക്കുന്ന ഒരാളെ, അതായത് നമ്മളെ അയാൾ അവിടെ കാണിക്കുകയാണ്. അത് ഗംഭീരമായിട്ട് അയാൾ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ തുടക്കത്തിലുള്ള അയാളുടെ ഈസിനെസ് ഉണ്ടായത്, ഇത്രയല്ലേ ഉള്ളൂ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് കഴിഞ്ഞ് പയ്യാണ് ഇയാൾക്ക് പേടി ഉണ്ടായി വരുന്നത്. അതിൻ്റെ ഓരോ സിറ്റുവേഷൻസിലും അയാൾ ഗംഭീരമായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അടിപൊളി. പിന്നെ പറയേണ്ടത് KPC ലീലയാണ്. ഇത് ചെയ്യാൻ മലയാള സിനിമയിൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു വേഷം ഇത്രയും ശക്തമായി അവതരിപ്പിക്കാൻ അത് പുള്ളിക്കാരി തന്നെയുള്ളൂ. ഞാനിങ്ങനെ വേറെ ആർട്ടിസ്റ്റുകളെയൊക്കെ മനസ്സിൽ ആലോചിച്ച് നോക്കി. പക്ഷേ വേറെ ആര് ചെയ്താലാണ് ഇങ്ങനെ വരിക? മറ്റേ കാവിലെ ഭഗവതി എന്ന് പറയുന്ന ആ ഡയലോഗിൽ ഇതാര് കൊറിയയിലെ മുത്തശ്ശി നേരിട്ട് ഇറങ്ങി വന്നോ എന്ന് പറയുന്ന പോലെ നമ്മൾ കൊറിയൻ സിനിമകളിലൊക്കെ കാണുന്ന, നമ്മളിങ്ങനെ പേടിപ്പിക്കുന്ന, നമ്മളൊരു വല്ലാത്ത ഫീലിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്ന അങ്ങനത്തെ ഒരു ആ ലെവലിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതിനെ ഈസി ആയിട്ട് അവർ ചെയ്തേക്കുന്നത്. അവരുടെ നോട്ടം, നടത്തം, പതുക്കെ മുഖമൊന്ന് ചരിച്ച് ചെറിയൊരു ചിരി. ഇത് ഞാൻ ആലോചിക്കുന്നത്, ഡയറക്ടർ എങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക, അവർ ആ ക്യാരക്ടറിനെ എങ്ങനെയായിരിക്കും ഉൾക്കൊണ്ടിട്ടുണ്ടാവുക, അതിനൊരു ഒരു ഒരു 100ക്ക് 110 അവർ തിരിച്ചു കൊടുത്തിട്ടുണ്ടാവില്ലേ? അത്രയും ഗംഭീരമായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യം പറയുമ്പോൾ മേക്കപ്പിൻ്റെ കാര്യം പറയണം, സിമ്പിളായിട്ട് നിൽക്കണം, എന്നാൽ ഈ പറയുന്ന എല്ലാ എലമെൻസും നമുക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ ഈ 2 ആർട്ടിസ്റ്റുകൾ. പിന്നെ സൗണ്ട്, അതൊരു ഗംഭീര പരിപാടിയാണ്. ഞാൻ എല്ലാത്തിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചേ. ആദ്യം നമുക്ക് സൗണ്ട് ഡിസൈൻ പറയാം. അജയൻ അഡാട്ടാണ് ചെയ്തിട്ടുള്ളത്. ഗംഭീര പരിപാടി. നല്ല ഹെഡ്ഫോൺസ് വെച്ചിട്ട് കാണണേ പ്ലീസ്. നിങ്ങൾ ഈ ഷോർട്ട് ഫിലിം യൂട്യൂബിൽ കാണുമ്പോൾ ഏറ്റവും ഹൈ ക്വാളിറ്റിയിലിട്ട് നല്ല ഹെഡ്ഫോൺസ് യൂസ് ചെയ്ത് കാണുക. അതിനുള്ള ഒരു സാധനമുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, മ്യൂസിക് ആർക്കിയാണ് ചെയ്തിട്ടുള്ളത്. ARKII. ഗംഭീര പരിപാടിയാണ്. എന്ന് വെച്ചാൽ ഇത് മതി. കറക്റ്റ് സ്കെയിലിൽ പോകുക എന്ന് പറയുന്ന പോലെ ഗംഭീര മ്യൂസിക് വർക്ക്. ആൻഡ് DOP വിജയ് രഘുകൃഷ്ണൻ. ഞാൻ ഈ ഷോർട്ട് ഫിലിം ഇങ്ങനെ കണ്ടു തുടങ്ങുന്ന സമയത്ത് ഓരോ ഫ്രെയിമൊക്കെ കാണുമ്പോൾ എന്ത് രസമായിട്ടാണ് വെച്ചേക്കുന്നത്. സിമ്പിളാണ്, പക്ഷേ പവർഫുള്ളാണ്. പവർഫുൾ ഇൻ ദ സെൻസ് ആ ഫിയർ എന്ന് പറയുന്ന സാധനത്തിനെ അങ്ങനെ നിർത്തിക്കൊണ്ട് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്. ഇപ്പം KPC ലീല ആദ്യം അവരുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്ന, അവരുടെ പേരെന്താണെന്ന് പറയുന്നൊരു സീക്വൻസ് ഒക്കെ ഉണ്ട്. ആ സമയത്തുള്ള ഷോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി പരിപാടി മാൻ. ആൻഡ് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു സീനിൽ അവരിങ്ങനെ നടന്നു വരികയാണ്, ക്ലോസ് ആയിട്ട് വരികയാണ്. നമുക്ക് തന്നെ തോന്നി എൻ്റെ അമ്മേ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീല് വരുന്ന പോലെ അത് അങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കുന്നു. അത് എഡിറ്റ് ചെയ്തിരിക്കുന്നു. മിഥുൻ മുരളിയാണ് അത് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓഡിയോ വിഷ്വൽ പരിപാടി ഈസ് ടു ഗുഡ്. അതിലേക്ക് വേണ്ടുന്ന എല്ലാ എലമെൻറ്റുകളും അടിപൊളിയാണ്. പിന്നെ പറയേണ്ടത് ഭയമാണ്. നമുക്ക് അവസാനം എന്തായിരിക്കും സംഭവിക്കാൻ സാധ്യത എന്നുള്ള ഒരു ഏകദേശ ധാരണയുണ്ടാവും. ആ ധാരണയോട് അടുത്തൊക്കെ തന്നെയാണ്. മറ്റേ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ ആ അവസാന ഷോട്ട് വരെയും നമ്മൾ ഇതിനകത്ത് പിടിച്ചിരുത്തും. അതായത് എനിക്കിതിലൊരു ഭയമുണ്ട്, പക്ഷേ എനിക്കിതിൽ എന്താ നടക്കണതെന്ന് കാണണം, അറിയണം എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നമ്മളെ പിടിച്ചിരുത്തുക എന്ന് പറയുന്ന ഒരു കാര്യം പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ട്. അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഞാനും അതങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിലും പെട്ടെന്ന് ആലോചിച്ചത്, ഇതിപ്പോൾ ഒരു കൊറിയൻ ഹൊറർ സിനിമ അവർ റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹോളിവുഡിൽ നിന്ന് ഒരു ഹൊറർ സിനിമ വരുന്നു എന്ന് പറയുന്ന പോലെ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ യൂട്യൂബിൽ റിലീസ് ചെയ്യുമ്പോൾ മാക്സിമം ആളുകൾ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ബ്ലഡ് ഷെഡും മറ്റേ മാംസവും അങ്ങനത്തെ സാധനങ്ങളൊന്നും കാണിക്കാതെ, എന്നാൽ അതിൻ്റെ ഒരു തീവ്രമായിട്ടുള്ള ഒരു ഫീല് നമ്മളിൽ ജനറേറ്റ് ചെയ്യാൻ അതിൻ്റെ ഓഡിയോ വിഷ്വൽ പരിപാടിയിൽ അവർ നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. ആൻഡ് കൃത്യമായിട്ടൊരു ക്ലോഷറാണ്. എന്ന് വെച്ചാൽ യൂട്യൂബിൽ നമുക്കിരുന്ന് കാണാവുന്ന ഒരു വീഡിയോ എന്നുള്ള ഒരു രീതിയിൽ കറക്റ്റ് ക്ലോസിംഗ് ആണത്. ആ വീട്,
അതിൻ്റെ റൂമും സ്ട്രക്ചറും, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഷോർട്ട് ഫിലിം കാണാൻ പറ്റിയ സമയം കേട്ടോ. നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രി സമയത്ത് അത്യാവശ്യം ഇരുട്ടായി കഴിയുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫീൽ കിട്ടും. അല്ലാതെ ഉച്ചയ്ക്കൊക്കെ ഇരുന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് നിങ്ങളുടെ ടി വിയിലോ ഫോണിലോ ഒക്കെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫീൽ കിട്ടില്ല. കാരണം ഇത് അങ്ങനെ ഇരുന്ന് കാണേണ്ട ഒരു സാധനമാണ്. ഇതിൻ്റെ ഓഡിയോ വിഷ്വൽ സാധനങ്ങൾ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ടിപ്പിക്കൽ ഹൊറർ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലാണ് ആൾക്കാർ ചെയ്യുക. ഒന്നെങ്കിൽ ഭയങ്കരമായിട്ട് പേടിപ്പെടുത്താൻ വേണ്ടിയിട്ട് ജംസ്കെയർ പരിപാടികൾ, പെട്ടെന്ന് സൗണ്ട് കൊണ്ടുവരിക, പെട്ടെന്ന് വിഷ്വൽ മാറ്റുക. ഇതിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവർ പിടിച്ചിട്ടില്ല. നേരെ മറിച്ച് ഈ പതിയെ ഫിയർ ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് നമ്മളെ അതിൻ്റെ ഒരു പീക്കിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്ന പോലെ ആ ഫീൽ ഇരുത്തല്ലേ. എനിക്ക് തോന്നുന്നു അനന്തരാമൻ ഈ നിസാരമൊക്കെ ചെയ്തിട്ട് ഫിയറിൻ്റെ സയൻസ് പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ട്, അതായത് നമുക്ക് ഒരുപാട് രക്തവും കുറേ കൂർത്ത പല്ലുകളും നഖമൊന്നും കാണിക്കേണ്ട കാര്യമില്ല, അല്ലാതെയും ആളുകളെ ഫിയറിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് ഇത് പാക്ക് ചെയ്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് കണ്ടിരുന്ന സമയം വർത്തായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം. പക്ഷേ ഇവരൊക്കെ പുകഴ്ത്താതെ വിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വിശദമായിട്ടൊരു വീഡിയോ ചെയ്തത്. ഇറ്റ്സ് അടിപൊളി, ഗംഭീര പരിപാടി. തിയേറ്ററിൽ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു സങ്കടമുണ്ട്. നമ്മൾ ചില സമയത്ത് ഈ ഹൊറർ പടങ്ങളൊക്കെ കാണുമ്പം അതിൽ വരുന്ന ചില കാഴ്ചകൾ, എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക് ഹൊറർ പടം കാണണം, പേടി വേണം. പക്ഷേ ചില സീനുകളൊന്നും കാണാൻ വയ്യ, ഇങ്ങനെ കണ്ണുകുത്തിരിക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷേ ഇത് അങ്ങനെയൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഹൊറർ പടം, ഒരു ഹൊറർ ഷോർട്ട് ഫിലിം കാണാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹെഡ്ഫോൺസ് വെച്ച് നല്ല ക്വാളിറ്റിയിൽ ശല്യങ്ങളൊന്നും വരാത്ത ഒരു സ്പേസിലിരുന്ന് കാണാൻ ശ്രമിച്ചാൽ വളരെ നന്നായിരിക്കും. ആൻഡ് വീഡിയോ കാണാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.